നമസ്കാരം. പാറശാല ഷാരോൺ കൊലക്കേസ് അപൂർവങ്ങളിൽ അത്യപൂർവമെന്ന് കണ്ടാണ് കോടതി പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത്. ഈ കോടതി വിധിയെ ചുറ്റിപ്പറ്റി പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും ചർച്ചകളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കപ്പെട്ടതും വിവാദങ്ങൾക്ക് വഴിവെച്ചതുമായ പ്രതികരണം വന്നത് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി കമാൽ പാഷയിൽ നിന്നുമായിരുന്നു. പൊതുചിന്താധാരണയ്ക്കെതിരായ അഭിപ്രായമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായതിന്റെ പേരിൽ വിമർശനവും അദ്ദേഹത്തിനെതിരെ കടുക്കുന്നുണ്ട്. അതേസമയം കേസിൽ വധശിക്ഷ നൽകേണ്ട കാര്യമില്ലെന്ന് കമാൽ പാഷ ആവർത്തിക്കുകയാണ്. വധശിക്ഷ നൽകേണ്ട കേസല്ലെന്നും പ്രതി അവൾ ആയതുകൊണ്ട് മാത്രമാണ് പ്രശ്നമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഈ വിഷയം ആളുകൾ അതിവൈകാരികമായാണ് കണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. 2 വർഷത്തിനിടെ എത്ര പെൺകുട്ടികൾ ഇവിടെ ദാരുണമായി കൊല്ലപ്പെട്ടു? സമൂഹം ചിന്തിക്കുന്നുണ്ടോ? പ്രണയം നിരസിച്ചതും വിവാഹം നിഷേധിച്ചതും എത്ര പെൺകുട്ടികൾ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആൺപിള്ളേര് പ്രണയം നടിച്ചു ചെല്ലും, പെൺകുട്ടികൾ താല്പര്യമില്ലെന്ന് പറഞ്ഞാലും പിന്നാലെ നടക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പ്രണയം നിഷേധിച്ചതിന് ഒരുവൻ പാറ്റ്നയിൽ പോയി തോക്ക് വാങ്ങി വന്ന പെൺകുട്ടിയെ വെടിവെച്ചു കൊന്നു, റോഡിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്നു. ഇതെല്ലാം ഇവിടെ തന്നെയാണ് നടന്നതെന്നും കമാൽ പാഷ പറയുന്നുണ്ട്. ഇത് ചെയ്തവരുടെ പേര് ആരെങ്കിലും ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്നാണ് കമാൽ പാഷ ചോദിക്കുന്നത്. ഇവിടെ പ്രതി പെൺകുട്ടിയായപ്പോൾ സമൂഹത്തിന് സഹിക്കുന്നില്ല. ഇതിനർത്ഥം ഗ്രീഷ്മയെ ന്യായീകരിക്കുന്നുവെന്നല്ലെന്നും ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഗ്രീഷ്മ ചെയ്തത്. അങ്ങേയറ്റത്തെ തോന്നിവാസം. ഒരേ തരം കുറ്റങ്ങളെ 2 കണ്ണുകൊണ്ട് കാണരുത് എന്നാണ് താൻ പറയുന്നത്. അവൾ പുറത്തിറങ്ങിയാൽ സമൂഹത്തിന് ഭീഷണിയാണെന്ന് പറയുന്നു. കാണുന്നവർക്കെല്ലാം അവൾ കഷായം കൊടുക്കുന്നുണ്ടോ? ഈ പെൺകുട്ടിയുടെ അടുത്ത് പോയ പയ്യൻ കഷായം കുടിക്കാനോ പ്രാർത്ഥിക്കാനോ അല്ലല്ലോ പോയത്. പുണ്യപ്രവൃത്തിക്ക് പോയ ഒരാളെ കുലപ്പെടുത്തി എന്ന തരത്തിലാണ് സമൂഹം കാണുന്നത്. അത് വൈകാരിക പ്രതികരണമാണ്. ഇത് പാടില്ലെന്നാണ് തന്റെ അഭിപ്രായമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പെൺകുട്ടിയുടേത് ചെറിയ പ്രായമാണ്, അത് പരിഗണിക്കണം. മനം മാറ്റത്തിനും നല്ല നടപ്പിനും സാധ്യതയുണ്ടോ എന്ന് വധശിക്ഷ വിധിക്കും മുമ്പ് പരിഗണിക്കണമായിരുന്നു. കൊലപ്പെടുത്താൻ ഒരുക്കിയ സാഹചര്യങ്ങളെ കുറിച്ച് വിധിയിൽ പറയുന്നുണ്ട്. അവനെ ഒരാളെ ലക്ഷ്യമിട്ടല്ലേ ഇത് ചെയ്തത്, മറ്റാരെയും ലക്ഷ്യമിട്ടിട്ടില്ല. ഇതൊന്നും ചിന്തിക്കാതെയാണ് ആളുകൾ പ്രതികരിക്കുന്നത്. ഗ്രീഷ്മയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ തന്നെ കൊടുക്കണമെന്നായിരുന്നു. പഴയതുപോലെയല്ല, ഇളവ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കേസാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2ാമത്തെ സ്ത്രീയാണ് ഗ്രീഷ്മ. കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി പാറശാല മൂര്യങ്കര JP ഹൗസിൽ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിലാണ് 1ാം പ്രതി പാറശാല പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീർ വധശിക്ഷ വിധിച്ചത്. ഗ്രീഷ്മയ്ക്കെതിരെ 48 സാഹചര്യ തെളിവുകൾ ഉണ്ടെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നും കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാണുന്നുണ്ട്. ഗ്രീഷ്മയുടെ അമ്മാവനും 3ാം പ്രതിയുമായ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചത്. തെളിവ് നശിപ്പിച്ചതാണെന്ന് നിർമ്മലകുമാരൻ നായർക്കെതിരെയുള്ള കുറ്റം. ഗ്രീഷ്മ ചെയ്തത് സമർത്ഥമായ കൊലപാതകമാണ്. ആന്തരികാവയവങ്ങൾ അഴുകിയാണ് ഷാരോണ് മരിച്ചത്. പ്രായക്കുറവ്, മികച്ച വിദ്യാഭ്യാസം തുടങ്ങിയ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകാതിരിക്കാൻ തടസ്സമല്ലെന്നും കോടതി പറഞ്ഞു. തട്ടിക്കൊണ്ടുപോകൽ, വിഷം നൽകൽ, കൊലപാതകം, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ഗ്രീഷ്മയ്ക്കെതിരെ തെളിഞ്ഞത്. വിധി കേൾക്കാൻ എത്തിയപ്പോൾ ഗ്രീഷ്മ ആദ്യം കരഞ്ഞില്ലെങ്കിലും വധശിക്ഷ വിധിച്ചപ്പോൾ നിർവികാരമായാണ് കേട്ടുനിന്നത്. സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ച പൈശാചിക മനസ്സായിരുന്നു ഗ്രീഷ്മയ്ക്കെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രോസിക്യൂഷന്റെ വാദങ്ങളെ അതേപടി അംഗീകരിക്കുന്നതായിരുന്നു വിധി പ്രസ്താവം. ഗ്രീഷ്മ നടത്തിയത് വിശ്വാസ വഞ്ചനയാണ്. മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും ഗ്രീഷ്മയെ ഷാരോൺ സ്നേഹിച്ചു. ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടരുതെന്നാണ് ഷാരോൺ ആഗ്രഹിച്ചതെന്നും 586 പേജുള്ള വിധിന്യായത്തിൽ കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്.